ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് വിഭജിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതിനെക്കുറിച്ച് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് അടുത്തൊരു പെൺകുട്ടി, അതുല്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇന്ന് ആത്മഹത്യ ചെയ്തത്. വളരെ ചെറിയ പ്രായത്തിലുള്ള ഇവരാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം ജീവിതത്തിൽ ഡിവോഴ്സ് വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത് എടുക്കണം എന്ന് നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതല്ലയോ? വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ലാസ്റ്റ് കുറച്ച് നാളത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ വിഭജിക, അതുല്യ, പിന്നെ ജിസ്മോള്, അങ്ങനെ കുറേ ലിസ്റ്റുകളാണ്. അത് നമുക്ക് അറിയാവുന്ന കുറച്ച് നല്ല പേരുകൾ എന്നുള്ളത് കുറച്ച് മീഡിയാസിൽ വന്ന പേരുകൾ മാത്രമാണ്. അല്ലാതെ അതിൽ എത്രയോ അധികം സ്ത്രീകൾ മരിച്ചു പോകുന്നു. ടോക്സിക് ആയിട്ടുള്ള മറൈറ്റൽ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം എത്രയോ സ്ത്രീകൾ ഇതിനകം ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ പേര് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെ? ഇനിയിപ്പം എത്രയോ പേര് ആ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ശരിക്കും ഡിവോഴ്സ് എന്നൊരു കാര്യം നമ്മുടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യകതയുണ്ട്, അത് അവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എത്രത്തോളം ആവശ്യകത ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ, അത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ വിദേശത്തെടുത്താലും ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഫാമിലി എന്നുള്ളത്. ഫാമിലിയിലൂടെ മാത്രമാണ് നമുക്കൊരു സൊസൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തെടുത്താലും ഈ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു, വലുതാക്കുന്നു, അവർക്ക് ജോലി കിട്ടുന്നു. പക്ഷേ ഏറ്റവും അവസാനം അവരെ വിവാഹം കഴിച്ച് അയക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ കാണുന്നത്. കാരണം എന്താ, അവർക്ക് അത്രയധികം ഫാമിലി എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ കൂടിച്ചേരുന്നു, നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, നമ്മളെ സ്നേഹിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി, അങ്ങനെ ഒരു കുടുംബം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നത്. അപ്പം കുടുംബമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ ഇപ്പം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെട്ട സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ ആരും അവരുടെ ഭർത്താക്കന്മാരെ ഇട്ടിട്ട് പോകാൻ റെഡി ആയിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, പണ്ട് കാലത്ത് എല്ലാ സ്ത്രീകൾക്കും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേരിൽ തന്നെ ഈ സ്ത്രീകളാണെങ്കിൽ അവരങ്ങ് ഭയങ്കരമായിട്ട് സഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും സഹിക്കും. അതുമാത്രമല്ല, ഈ സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പം പലരും പറയുമായിരിക്കുമല്ലോ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇന്നൊരു കുടുംബത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, അയാളെന്നെ അടിക്കുന്നുണ്ട്, തൊഴിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ സ്ത്രീകളുടെ മാതാപിതാക്കൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, പെണ്ണിനെ ക്ഷമിക്കാം. പെണ്ണിൻ്റെ ക്ഷമ മാത്രമാണ് ഒരു കുടുംബത്തെ നിലനിർത്തുന്നത്. ഒരാണിനെ നന്നാക്കി എടുക്കേണ്ടത് പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് പണ്ട് വർഷങ്ങളായിട്ട് ഉള്ള ഒരു ഒരു സംസാര രീതിയാണ്. ഇന്നും നമ്മൾ പല മരണങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള മരണങ്ങൾ, നമ്മൾ ന്യൂസിൽ കേൾക്കുന്ന മരണങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അവസാനം സ്ത്രീകളുടെ വീട്ടിൽ നിന്നും വരുന്ന മാതാപിതാക്കൾ എൻ്റെ മകളെ അത് ചെയ്തു, എൻ്റെ മകളെ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് കാണാനുണ്ട്. ആ സമയത്തൊക്കെ അതിൻ്റെ കമൻസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത്രയും കാലം എവിടെയായിരുന്നു? വളരെ കുറച്ച് മാതാപിതാക്കൾ മാത്രമാണ് മക്കളുടെ കാര്യത്തിൽ വിവാഹത്തിന് ശേഷം ആക്റ്റീവായിട്ടൊരു തീരുമാനം എടുക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന ഒരു പ്രശ്നം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത മക്കളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒരു ഭാരമാവുമെന്ന് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല പെൺകുട്ടികളും വേറൊരു വീട്ടിൽ കയറി ചെല്ലുന്ന ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ്. പക്ഷെ പലർക്കും അവിടെ വെയിറ്റ് ചെയ്യുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഇനി വിഭജികയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, വിഭജിക ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഡെത്താണ് ആ കുട്ടി ചൂസ് ചെയ്ത് തന്നെ. കാരണം ആ പെൺകുട്ടി തന്നെ എഴുതി വെച്ചേക്കുന്നു, എൻ്റെ മകളുടെ മകളെ കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല, പക്ഷേ എനിക്ക് മരിക്കണം. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം മകളെ കൊല്ലുന്നതായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അതിനുശേഷം ഈ പെൺകുട്ടിയെ മരിച്ചു. അതുപോലെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഇത്രയും സമയം ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ മിണ്ടാതിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. എത്ര അധികം പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ വീട്ടിൽ നിൽക്കണം, നമ്മൾ അത് സഹിക്കണം, അതിന് വേണ്ടിയുള്ളതാണ് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പം പല പെൺകുട്ടികൾക്കും ഒരു 85%
പെർസെൻറ്റേജ് ഉള്ള പെൺകുട്ടികൾക്കും പുതിയൊരു സാഹചര്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി പലരും യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞു വരുമ്പം പലതും ആണെങ്കിൽ പുറത്ത് പറയാൻ നാണംകേടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. നമ്മൾ ഈ വിഭജിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ എടുക്കുവാണെങ്കിൽ നമ്മളതിൻ്റെ ന്യൂസും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇതെല്ലാം വായിക്കുവാണെങ്കിൽ ആ പെൺകുട്ടിയെ കെട്ടിയിട്ടിട്ട് സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഭർത്താവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല കുടുംബങ്ങളെ എടുക്കുകയാണെങ്കിൽ ചില കുടുംബങ്ങളിലൊക്കെ ഭർത്താവെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യമില്ല, അദ്ദേഹം ചുമ്മാ ഫിനാൻഷ്യലി ഒരു ബേർഡനായിട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ലാതെ ഒരു തരത്തിലുള്ള ഒരു സഹായമോ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം റിയലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇന്ന് നാളെ എന്നുള്ളൊരു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. വലിയൊരു ടോക്സിസിറ്റിയാണ് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെയും പലരും ഒന്നാമത്തെ ഒരു കാര്യം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ഇതൊരു വലിയൊരു തലവേദന തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്നാണ്. അപ്പം ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആയെന്ന് വരത്തില്ല. അതൊരു എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തൊരു കാര്യം നമ്മൾ ചൂസ് ചെയ്താലും നമുക്കറിയില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പല പെൺകുട്ടികളും ഇപ്പോൾ സെക്കൻഡ് മാരേജിനെ കുറിച്ച് പിന്നെ സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു ആദ്യത്തെ മാരേജ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാരീഡ് ലൈഫിനെ കുറിച്ച് കുറച്ച് നല്ല ധാരണകൾ മാത്രം ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ ഇത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നമുക്ക് തെറ്റായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളിലേക്ക് കയറി പോകുന്ന ആളുകളുണ്ട്. വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു എവിഡൻസ് ആണ് ഈ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളെ ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഓൾറെഡി ആ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഫസ്റ്റ് സൈനാണത്. കാരണം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു പെൺകുട്ടിയെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മളൊരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ ഒരിക്കലും അവിടെ ഒരു സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മുടെ ടേക്ക് കെയർ ചെയ്യാൻ കഴിവുള്ളവരാണ് വിവാഹം കഴിക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ പുറകിൽ അവർക്ക് വേറൊരു ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം എത്തിച്ചേരുന്നത് എപ്പോഴും പെൺകുട്ടികളുടെ മരണത്തിലേക്കായിരിക്കും. നമ്മൾ മാതാപിതാക്കളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു പെൺകുട്ടി വളർന്ന് വലുതാക്കി ഇപ്പം ഇപ്പം നമ്മുടെ പുതിയ ജനറേഷനിലുള്ള അമ്മമാരൊക്കെ വളർന്ന് വരുമ്പോഴേ അവർക്ക് ടെൻഷനാണ് അവരെ മക്കളെക്കുറിച്ച് ഓർത്ത്. എനിക്ക് തോന്നുന്നു പഴയ കാലത്തുള്ള മക്കളെക്കാളും കൂടുതൽ ടെൻഷനാണ് ഈ പുതിയ കാലത്തുള്ള മക്കളെക്കുറിച്ച് ഓർത്തിട്ടല്ലേ. കാരണം നമ്മൾ വിവാഹം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് നന്നാവുമോ, ആരെങ്കിലും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചു വിവാഹം കഴിച്ച് അയച്ചു വിട്ടതിന് ശേഷം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മക്കൾ മരിച്ചു കാണാനായിട്ട്. എത്രയോ നല്ലതാണ് നമ്മൾ ഈ മരണം തിരഞ്ഞെടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഡിവോഴ്സായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്നത്. ഡിവോഴ്സ് ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് യൂസ് ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഡിവോഴ്സ് ആവുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫ്രീഡം ആണ്. കാരണം നമുക്കറിയാവുന്ന പലരുമുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്, ഇഷ്ടമല്ലാത്ത വിവാഹം കഴിഞ്ഞതിന് ശേഷം ദ ഹോൾ ലൈഫ് അവരുടെ ആ ഒരു അകൽച്ച അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഈ സ്ത്രീകൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകും. അവർക്കൊരു ഫ്രീഡം എന്നുള്ളൊരു ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാനുള്ള ആ ഒരു ചെറിയ ഫ്രീഡം പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം സ്ഥിരമായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫാമിലി ലൈഫിൽ നിന്നും ആ പെൺകുട്ടി ഡിവോഴ്സിലേക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവിടെ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, വലിയൊരു സമാധാനം. രണ്ടാമത് നമ്മൾ ഇമോഷണലി കുറച്ചും കൂടെയും സ്റ്റേബിൾ ആവും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ ഇതെല്ലാം നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഡിവോഴ്സിലൂടെ ഒരു ഭാര്യയും ഭർത്താവും മാത്രമല്ല സെപ്പറേറ്റഡ് ആവുന്നത്, ഡിവോഴ്സിലൂടെ സെപ്പറേറ്റഡ് ആവുന്നത് മക്കൾ കൂടിയാണ്. അതിൻ്റെ ഒരുപാട് ട്രോമകൾ ഈ മക്കളും ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജിസ്മോളെ കുറിച്ച് 2 മക്കളെ ആറ്റിലെറിഞ്ഞ് കൊന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണല്ലേ. അപ്പം ആറ്റിലെറിഞ്ഞ് കൊന്ന് മരിച്ചത്. അതിനു മുമ്പ് മറ്റൊരാൾ ട്രെയിനിൻ്റെ മുമ്പിൽ തൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ചിരുന്ന മരിച്ച കാര്യങ്ങൾ, അതിനു മുമ്പോട്ട് നമുക്ക് എത്ര ഉദാഹരണങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉത്രയെ പാമ്പ് കടിപ്പിച്ച് കൊന്നത്, അതൊക്കെ സ്ത്രീധനം, അവിടെയൊന്നും ഒരു സ്നേഹമില്ല. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ പിന്നെയും ഈ മാതാപിതാക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശ് കൊടുത്ത് ആ സ്നേഹം നിലനിൽക്കുന്നതിനേക്കാളും എത്രയോ നല്ലതായി കൊടുക്കുന്ന കാശിന് നമ്മുടെ മക്കളെ ഡിവോഴ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവരെ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തുന്നത് അല്ലേ. അവരെങ്കിലും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് അവരെ കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഡിവോഴ്സ് നമ്മുടെ ലൈഫിൽ ആവശ്യമാണെങ്കിൽ അത്
നമ്മുടെ മനസ്സിനും ശരീരത്തിനും ബന്ധത്തിനും ആയുസ്സിനും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഡിവോഴ്സ് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആരും ഒരിക്കലും മോശക്കാരാവുന്നില്ല. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സൊസൈറ്റീനെ നമുക്ക് എന്താ പറയുന്നത്, മുഴുവൻ എല്ലാവരെയും ബോധിപ്പിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാനും കഴിയത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി. അതായത് അവൻ്റെ സ്വഭാവം കൊള്ളത്തില്ലാത്തതുകൊണ്ട് അവൾ ഇട്ടിട്ട് പോയി, അങ്ങനെയെങ്കിലും പറയാൻ തുടങ്ങി. ഈ കാലങ്ങളിൽ ഇതിനു മുമ്പ് വരെ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ വളരെ മോശമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളുണ്ട്. അവളുടെ മോശം സ്വഭാവം കാരണം എന്താ പറയുന്നത്, ഇവർ ഡിവോഴ്സ് ആയെന്ന് പറയുന്ന കാലമുണ്ട്. പക്ഷേ കാലമെല്ലാം മാറി, സ്ത്രീകളൊക്കെ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയി. ഈ മരിച്ച എല്ലാവരുടെയും ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവരെല്ലാവരും ജോലിയുള്ളവരാണ്, അവരെല്ലാവരും ഹൈലി എഡ്യൂക്കേഷനാണ്. പക്ഷെ പലർക്കും ഡിവോഴ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ സ്വഭാവം ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി മുമ്പോട്ട് പോകും തോറും നമ്മൾ കൂടുതൽ ട്രോമകളിലേക്കും അതുപോലെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ ബാലൻസ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ. കുറേ നാൾ കഴിയുമ്പം നമ്മൾ ഒരുപാട് മുറുകപ്പെടും. നമ്മൾക്ക് ഈ ബന്ധത്തിൽ നിന്നും പുറത്തു പോകാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ടാവും അല്ലേ. അപ്പം ടോക്സിക് റിലേഷൻഷിപ്സ് എന്താണോ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മാറുക, നമ്മളെ മക്കളെ മാറ്റാൻ സപ്പോർട്ട് ചെയ്യുക, വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കാം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണം എന്നില്ല, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും അത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ലെന്ന് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. താങ്ക്സ് ഫോർ വാച്ചിങ്.